രാവിലത്തെ എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്കാണ് കുഞ്ഞാവെ ഉണർത്താതെ ഉണ്ണിക്കുട്ടനെ ഉണർത്തുക എന്നുള്ളത്. പക്ഷേ ഉണരുന്നത് കുഞ്ഞാവയാണേ. അപ്പോൾ എനിക്കുണ്ടാകുന്ന മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണേ. ചേടാ, ഈ ഉണ്ണിക്കുട്ടൻ കാണി എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റത്തില്ലല്ലോ. രാത്രി മൊത്തം ഞാൻ ഇന്ന് കളിച്ചിട്ട് വന്ന് കഷ്ടപ്പെട്ടു ഉറങ്ങുമ്പോൾ എന്നെ വന്ന് വിളിച്ചോണ്ട് തരുവാണോ? എന്നെ നല്ല ശരിയാക്കി തരാം. ബോറടിച്ചിട്ട് വയ്യ, എന്നാ ചുമ്മാ ഇന്ന് കരഞ്ഞേക്കാം. പുറത്ത് നല്ല മഴ പെയ്യുന്നത് കൊണ്ട് തണുപ്പുണ്ട്. ഏതായാലും കുഞ്ഞാവെ അങ്ങ് ഉറങ്ങി. എൻ്റെ എക്സസൈസ് ചെയ്ത് എന്തായാലും മുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനെപ്പോഴാണ് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത്? ഇന്നിപ്പോൾ അതേ മഴ പെയ്തതുകൊണ്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ? ഇറങ്ങി നടന്നു കഴിഞ്ഞാലേ പനി പിടിക്കൂലേ? അങ്ങനെ ഞാൻ അടുക്കളയിൽ വന്നു. ഇന്നലത്തെ സോയാബീൻ ഫ്രൈ ആണേ സൂപ്പറായിരുന്നു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിലും അത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി വെച്ച് തലേന്ന് പിന്നെ മീൻ വെട്ടി ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ജോലി എളുപ്പമാണ്. ജോലിയുടെ എളുപ്പമൊന്നും പറയണ്ട. ഇന്നലെ ആ മീൻ വെട്ടാൻ വേണ്ടി 2 ഗ്ലാസ് വെള്ളവും കൊടുത്ത് നന്ദൂട്ടിനെ ഈ അടുക്കളയിലിരുത്തി ഈ അടുക്കള മൊത്തം വെള്ളം കോരി ഒഴിച്ചു. 2 ഗ്ലാസ് അല്ല, 4 ഗ്ലാസ് അല്ല, 6 ഗ്ലാസ് അല്ല, 10-25 ഗ്ലാസ് വെള്ളം വീണ്ടും വീണ്ടും ചോദിച്ച് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി ആകെപ്പാടെ അലമ്പാക്കി. അങ്ങനെ ഞാൻ വെള്ളച്ചാതി മീനും ഉണ്ടാക്കി, ദോശയും ചുട്ട്, സോയാബീനും ഉണ്ടാക്കി കഴിഞ്ഞിട്ടും പുള്ളിക്കാരൻ്റെ വെള്ളംകളി മാത്രം തീർന്നു. അങ്ങനെ ലാസ്റ്റ് വഴക്കായി അലമ്പായി ആകെപ്പാടെ ബഹളമായി. ലാസ്റ്റ് ഇവിടെ എല്ലാവരും കൂടെ കൂട്ടത്തല്ല് വരെയായി. അടുക്കള മൊത്തം നനഞ്ഞിട്ട് അടുത്ത പഞ്ചായത്ത് വരെ ഞാൻ തുടച്ച് വൃത്തിയാക്കേണ്ടി വന്നു ലാസ്റ്റ്. എന്നിട്ടാണ് ഒന്നും അറിയാത്ത പാവത്തെ പോലെ കിടന്നുറങ്ങുന്നത്. അപ്പം സംസാരിച്ച് ഒത്തിരി സമയം പോയി. അപ്പോൾ എനിക്ക് പോകാനായിട്ടുള്ള സമയം ഏകദേശം ആയി വരുവാണേ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.